ശ്രീമാത്രേ നമ. എല്ലാവർക്കും നമസ്കാരം. ലളിത സഹസ്രനാമത്തിന്റെ ധ്യാനമാണ് നമ്മൾ കഴിഞ്ഞ സെഗ്മെന്റിലെ ആദ്യത്തെ ധ്യാനം നമ്മൾ പഠിച്ചു. സിന്ദൂരാരുണ വിക്രം ത്രിനയനം എന്നുള്ള ധ്യാനം. ഇനി രണ്ടാമത്തെ ധ്യാനം. ഈ ധ്യാനമൊക്കെ എല്ലാവർക്കും അധികം ആൾക്കാർക്കും അറിയണത് തന്നെയാണ്. പക്ഷെ നമ്മൾ അതിന്റെ അർത്ഥം അറിഞ്ഞ് അതിന്റെ മീനിങ് അറിഞ്ഞ് നമ്മൾ ചൊല്ലുമ്പോൾ നമുക്ക് ആ രൂപത്തെ, നമുക്ക് അമ്മയുടെ ഭാവത്തെ നമുക്ക് നന്നായിട്ട് ഇമാജിൻ ചെയ്യാൻ കഴിയും. അത് അറിഞ്ഞിട്ടില്ലെങ്കിൽ പോലും അമ്മ, ഇത് അറിയാത്ത ആൾക്ക് അമ്മ അനുഗ്രഹം തരില്ല എന്നോ അമ്മ കൂടെ ഉണ്ടാവില്ല എന്നോ അല്ല പറയുന്നത്. അമ്മയ്ക്ക് നിങ്ങളുടെ ഭാഷാജ്ഞാനമൊന്നും ഒരു വിഷയമല്ല. പക്ഷെ നമുക്ക് ആ അർത്ഥമറിഞ്ഞ് ഞാൻ പറയുന്നത് ഇങ്ങനെയാണ് എന്നറിഞ്ഞ് ചെയ്യുമ്പോൾ ഒരു സുഖം. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇതിന്റെ അർത്ഥവും കൂടെ ഒന്ന് പഠിച്ചാൽ നന്നായിരിക്കും എന്ന് പറയുന്നത്. അപ്പൊ അടുത്ത ധ്യാനത്തിലേക്ക് പോകാം. നിങ്ങൾ പലർക്കും ആ ധ്യാനം അറിയുന്നതാവും, അല്ലെങ്കിൽ പുസ്തകം ഉണ്ടെങ്കിൽ അത് എടുക്കാം. ആദ്യം പറഞ്ഞതുപോലെ തന്നെ കൈ ചൂണ്ടാതെ ചെറുവിരൽ കൊണ്ട് തൊട്ട് നമുക്ക് വായിച്ചു നോക്കാം. ധ്യാനിക്കുന്നതിന് മുമ്പ് ഒരു 7 പ്രാവശ്യം ശ്വാസം എടുത്ത്, ഒരു ഡീപ്പ് ബ്രത്ത് എടുത്ത് മനസ്സിനെ ശാന്തമാക്കി നമ്മളെ ശരത്തിലേക്ക്, ശരം മീൻസ് വായു, നമ്മുടെ ഉള്ളിലെ പ്രാണൻ, ആ ശ്വസനത്തിലേക്ക് കേന്ദ്രീകരിച്ച് ഒരു മിനിറ്റ് റെസ്റ്റ് ചെയ്ത് അമ്മയെ ധ്യാനിച്ച് ശ്ലോകത്തിലേക്ക് പോവാം. അപ്പൊ നമുക്ക് ആരംഭിക്കാം. ശ്രീ ഗുരുഭ്യോ നമ. രണ്ടാമത്തെ ശ്ലോകം ഇതാണ്. ധ്യായേത് പദ്മാസനസ്ഥം വികസിതവദനം പദ്മപത്രായതാക്ഷീം ഹേമാഭാം പീതവസ്ത്രം കരകലിതലസദ്ധേമ പദ്മം വരംഗിം സർവാലങ്കാരയുക്തം സതതമഭയദം ഭക്തനമ്രാം ഭവാനിം ശ്രീവിദ്യാം ശാന്തമൂർത്തിം സകലസുരനുതാം സർവസമ്പത്പ്രദാത്രീം. ധ്യായേത് പദ്മാസനസ്ഥാം വികസിതവദനാം. ധ്യായേത്, ധ്യാനിക്കണം. ധ്യാനിക്കുന്നു എന്നല്ല ഇവിടെ പറയുന്നത്, ധ്യാനിക്കണം. ആരെ ധ്യാനിക്കണം? പദ്മാസനസ്ഥം. പദ്മാസനത്തിൽ, ഇവിടെ നമ്മൾ യോഗയിൽ ഉപയോഗിക്കുന്ന ഒരു പോസ്റ്ററുണ്ട്. പദ്മാസനം എന്നൊരു പോസ്റ്റർ അറിയാമല്ലോ അല്ലെ? ഒരു യോഗ സ്ഥിതിയാണ്. ആ സ്ഥിതിയെ കുറിച്ചല്ല നമ്മൾ ആലോചിക്കേണ്ടത്. ഇവിടെ യഥാർത്ഥ താമര തന്നെ, താമരയാകുന്ന ആസനത്തിൽ. ധ്യായേ പദ്മാസനസ്ഥം. ആ താമര എവിടെ? മാധവരായര് ഇതിലൊരു ഗൗഡവ്യാഖ്യാനം വളരെ മനോഹരമായി ചെയ്തിട്ടുണ്ട്. അത് അദ്ദേഹം പറയുന്നത്, നമ്മുടെ ഹൃദയത്തിൽ, തന്ത്രയിൽ പറയുന്ന നമ്മുടെ ഉള്ളില്, നമ്മുടെ ഹൃദയത്തിൽ 12 ഇതളുകളുള്ളൊരു താമരയുണ്ട്. നിങ്ങൾ ശ്രീചക്രം എടുത്തു നോക്കിയാലും ശ്രീചക്രത്തിന്റെ പുറത്ത് ഗളങ്ങൾ കാണാം, പത്മങ്ങൾ കാണാം. അതിലേക്ക് നമുക്ക് ശ്രീചക്രത്തിന്റെ ഡീറ്റെയിലേക്ക് പോകുമ്പോൾ നമുക്ക് പോവാം. അപ്പോ നമ്മുടെ ഹൃദയത്തിൽ ഉള്ളിലുള്ള, നമ്മുടെ മനസ്സിലുള്ള ഈ പത്മത്തിൽ, ആ പത്മത്തിലിരിക്കുന്ന ആളാണ് അമ്മ. പദ്മാസനസ്ഥം, പുറത്തല്ല, അകത്ത്. എങ്ങനെ ഇരിക്കണു? വികസിതവദനം. വികസിതമായ വദനം. വികസിതമായ വിരിഞ്ഞ മുഖമാണ്. അപ്പൊ ഒരാളെ മുഖം വിരിയണമെങ്കിൽ അയാൾ ചിരിക്കണം അല്ലേ? അങ്ങനെ ചിരിച്ചുകൊണ്ട് അമ്മ ഇരിക്കണം. വികസിതവദനം പദ്മപത്രായതാക്ഷീം. പത്മപത്ര ആയത് അക്ഷി. പത്മപത്രം, താമരയുടെ ഇല.
ആയത്ത് നീണ്ടത് എന്നർത്ഥം. പത്മപത്രായതാക്ഷിയും താമര പോലെ നീണ്ട, താമര ഇല പോലെ നീണ്ട കണ്ണുകളോട് കൂടിയവൾ, അല്ലെങ്കിൽ താമര ഇല പോലെ വികസിതമായ കണ്ണുകളോട് കൂടിയവൾ. എത്ര കണ്ണുകള്? ഇവിടെ താമര ഇതൾ പോലെയുള്ള കണ്ണുകൾ എന്ന് മാത്രമേ പറയുന്നുള്ളെങ്കിലും പ്രഥമ ശ്ലോകത്തിൽ, ആദ്യ ശ്ലോകത്തില് പറയുന്നുണ്ട് സിന്ദൂരാരുണ വിഗ്രഹം ത്രിനയനം, 3 കണ്ണുകൾ. അതെന്താ ഈ 3 കണ്ണുകൾ? ഇവിടെ വീണ്ടും മധവരായരുടെ നമുക്കൊന്ന് പിടിക്കാം. അദ്ദേഹം പറയുന്നത് ഈ 3 കണ്ണുകൾ, അത് ഈ ഓരോ ആചാര്യന്മാരും അദ്ദേഹം പറയുന്നത് ഇതൊരു മഹാസാഗരമാണ് ലളിതാശാസ്ത്രം. ഓരോ ആചാര്യന്മാരും എന്താ പറയാ, വിശകലനം ചെയ്യുന്തോറും അല്ലെങ്കിൽ അന്വയിക്കുന്തോറും അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് അവരുടെ തപസിദ്ധി കൊണ്ട് അവർ ഇറങ്ങുമ്പോഴും അവർക്ക് ഓരോ പ്രാവശ്യവും ഓരോ വാക്കുകൾക്കും ഒരുപാട് അർത്ഥങ്ങളും ഭാവതലങ്ങളും ഒക്കെ എത്തുന്ന ഒരു ഒരു മഹാമന്ത്രമാണ് ഈ സാധനം. ഈ 3 കണ്ണുകള്, ഒന്ന് സൂര്യനേത്രം, ഒന്ന് ചന്ദ്രനേത്രം, ഒന്ന് അഗ്നിനേത്രം. ഇതിന് തന്ത്രയിലേക്ക് എത്തുമ്പോ ഇതിന് നമ്മൾ 3 നാഡികളുമായി കണക്ട് ചെയ്യും. സൂര്യൻ എന്ന് പറയുന്നത് പിംഗള നാഡിയുടെ പ്രതീകവും, ചന്ദ്രൻ എന്ന് പറയുന്നത് ഇടാനാഡിയുടെ പ്രതീകവും, അഗ്നി എന്ന് പറയുന്നത് കുണ്ടലിനിയുടെ പ്രതീകമാണ്. അപ്പൊ നമുക്കറിയാം കുണ്ടലിനി ആണ് നമ്മുടെ ഈ ശക്തി എന്ന് പറഞ്ഞ സംഭവം എന്നുള്ളത് പൃഥ്വിതത്വമായ കുണ്ടലിനിയാണ്. ഇത് സുഷുമ്നയുടെ ഉള്ളില് ഇട, പിംഗള എന്നീ 2 നാഡികളുടെ നടുവ് മൂലാധാരത്തിൽ 3.5 ചുറ്റി സർപ്പാകൃതിയിൽ തല താഴ്ത്തിയിരിക്കുന്നു. ഇത് ഈ ആധാരങ്ങളൊക്കെ കടന്ന് ശിവം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് ഈ ലോകവ്യാപാരങ്ങളൊക്കെ സംഭവിക്കുന്നത്. അല്ലേ? അതൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോ ഈ പത്മപത്ര തുല്യമായ കണ്ണുകൾ, പത്മപത്രായതാക്ഷിയും ഹേമാഭാംബീതവസ്ത്രം, ഹേമാഭ സ്വർണ്ണ നിറമുള്ള, പീതവസ്ത്രം മഞ്ഞ നിറാണ്. മഞ്ഞ എന്ന് പറഞ്ഞത് എപ്പോഴും സമൃദ്ധിയുടെ നിറാണ്. സ്വർണം എന്ന് പറയുന്നത് വിശുദ്ധിയുടെ ചിഹ്നമാണ്. അതുകൊണ്ടാണ് നമ്മൾ വിവാഹത്തിന് സ്വർണം കൊടുക്കുന്നത്. താലി ചാർത്ത് സ്വർണത്തില, ശിവന്റെ താണ്ഡവവും പാർവതിയുടെ ലാസ്യവും ചേരുമ്പോൾ താലി. അതൊക്കെ നമുക്ക് പിന്നീട് പോവാം. ഈ പറഞ്ഞാൽ ഒരുപാട് നീണ്ടു പോകുന്നു എന്നുള്ളൊരു വിസ്താരം ഭയവും എനിക്കുണ്ട്. പീതവസ്ത്രം മഞ്ഞ നിറം. ഇവിടെ അമ്മയ്ക്ക് സ്വർണ്ണവർണ്ണാണ്. ആദ്യത്തെ ശ്ലോകത്തിൽ നമ്മൾ പഠിച്ച സിന്ദൂര വർണ്ണമാണ്. അപ്പോ അമ്മയുടെ നിറങ്ങള്, അമ്മയുടെ ഭാവങ്ങളൊക്കെ പലയിടങ്ങളിലും സഹസ്രാമത്തിൽ നമുക്ക് മാറി മാറി കാണേണ്ടതുണ്ട്. ഹേമാഭാം പീതവസ്ത്രം കരകലിതല സദ്ദേമ പത്മം. കരത്തില് കരകലിത ലസത്ത് ഹേമപത്മം. ഹേമപത്മം സ്വർണ്ണ താമര. ഈ സ്വർണ്ണത്താമര സാധകന്റെ അല്ലെങ്കിൽ ഭക്തന്റെ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഹൃദയമാണ്, നമ്മുടെ ആത്മീയ ഉണർവാണ്, നമ്മുടെ കയ്യിലാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോ നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ഹൃദയത്തിലുള്ള ഒരു താമരപ്പൂവില് പുഞ്ചിരിച്ച മുഖത്തോടെ കയ്യിൽ ഒരു താമരപ്പൂവ്, സ്വർണ്ണത്താമരപ്പൂവൊക്കെ പിടിച്ച് മഞ്ഞ വസ്ത്രം ധരിച്ച് സുവർണ ശോഭയോടെ ഇങ്ങനെ ഇരിക്കണം അമ്മ. ഇതെങ്ങനെയുള്ള അമ്മയാണ്? സർവാലങ്കാരയുക്തം. അലങ്കാരങ്ങൾ, സർവ അലങ്കാരങ്ങൾ. എന്താ അമ്മയുടെ അലങ്കാരങ്ങൾ? അത് കേവലമായ അലങ്കാരങ്ങൾ മാത്രമല്ല. നമ്മളുടെ ഉള്ളിൽ നിന്ന് നമ്മൾ അമ്മയ്ക്ക് അണിയിച്ചു കൊടുക്കുന്ന, നമുക്ക് ആ ഒരു ക്രിയയിലൊക്കെ നമുക്ക് പിന്നീട് പോവാം.
അമ്മയൊക്കെ ആഭരണ അണിയിക്കുന്ന ചില ക്രിയകളൊക്കെ ഉണ്ട് ചില ഇടങ്ങളിലേക്ക് എത്തുമ്പോൾ ഭയങ്കര രസമാണ്. അപ്പൊ ഇവിടെ നമുക്ക് തൽക്കാലം കേവലാർത്ഥം എടുക്കാം. അമ്മ സർവ അലങ്കാരങ്ങളോട് കൂടിയിരിക്കുകയാണ്. ഒഡ്യാണമുണ്ട്, മുക്കൂത്തിയുണ്ട്, കിരീടമുണ്ട്, കങ്കണമുണ്ട്, തോൾവളയുണ്ട്, പാദസരങ്ങളുണ്ട്. അങ്ങനെ അമ്മ ഇങ്ങനെ സർവാഭരണ വിഭൂഷിതയായിരിക്കണം അമ്മ. സതതം അഭയതാം, അഭയങ്കരിയാണ്. എന്താ അഭയം? അഭയം എന്ന് പറഞ്ഞാൽ ഭയമില്ലാത്തൊരവസ്ഥയാണ്. ഭയമില്ലാത്തൊരവസ്ഥ എന്ന് പറഞ്ഞാൽ ദ്വൈതമില്ലാത്തൊരവസ്ഥയാണ്. വേദം പറയുന്നത് ദ്വൈതത്തിൽ നിന്നാണ് ഭയം ഉണ്ടാകുന്നത്. രണ്ടുണ്ടെന്നുള്ള തോന്നലാണ് ഭയം. നമ്മളുടെ ഇടയിലേക്കൊരു മായ ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്കൊരു ഭയം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് മായ ഇല്ലാതാക്കുമ്പോൾ ഭയമില്ലാതാകുന്നത്. മായയെ നീക്കുന്നതും ഒരു മായ കൊണ്ടാണ് അമ്മ. അതുകൊണ്ടാണ് അമ്മയെ നമ്മൾ മഹാമായ എന്ന് വിളിക്കുന്നത്. ഗ്രേറ്റ് ഇല്യൂഷൻ. സദൈതമഭയദം ഭക്തനമ്രാം ഭവാനി, ഭക്തന്മാർ നമസ്കരിക്കുന്ന, ഭക്തന്മാരുടെ പ്രാർത്ഥന, ഭക്തന്മാരുടെ നമസ്കാരം സ്വീകരിക്കുന്ന ഭവാനി. ഭവാനി രൂപത്തില്, ഭവാനി ഭാവത്തിലാണ് അമ്മ. അടുത്ത ലാഭം ഞാൻ മുമ്പ് പറയണ്ടായി. ശ്രീവിദ്യ ഉപാസനയോ ശ്രീവിദ്യ ഒന്നും നമ്മൾ പോയില്ലെങ്കിൽ പോലും, പഠിച്ചില്ലെങ്കിൽ പോലും, നിങ്ങൾ സഹസ്രനാമ ജപത്തിലൂടെ അറിയാതെ ആൾക്കൂട്ടം എങ്ങനെ നിങ്ങളെ തള്ളി ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുന്നു, അതുപോലെ ഈ സഹസ്രനാമം നിങ്ങളെ ശ്രീവിദ്യയിലേക്ക് എത്തിച്ചോളും. ഇവിടെ പറയുന്നു ശ്രീവിദ്യം. ഇവിടെ അമ്മയുടെ ശ്രീവിദ്യാ സ്വരൂപത്തെയാണ് നമ്മളിപ്പോ ധ്യാനിക്കുന്നത്. ശ്രീവിദ്യ തൽക്കാലം നമുക്ക് സകല അറിവുകളുടെയും അതിദേവത, സകല അറിവുകളുടെയും അതിദേവത ശാന്തമൂർത്തിം. ശാന്തയാണ്. സകല സുരനുതം, എല്ലാ സുരന്മാരും എല്ലാ ദേവന്മാരും നമസ്കരിക്കുന്നവളുമാണ്. സൗന്ദര്യലഹരിയില് തനീയാംശം പാംശം എന്നൊരു ശ്ലോകമുണ്ട്. അമ്മയുടെ കാലിലുള്ള സൂക്ഷ്മമായ പൊടി, കാലിൽ നിന്ന പാംശുക്കൾ പൊടി കൊണ്ട് വിരിഞ്ചി ബ്രഹ്മാവ് എന്ത് ചെയ്യുന്നു, വിഷ്ണു എന്ത് ചെയ്യുന്നു, ശിവൻ എന്താണ്, രുദ്രൻ എന്താ ചെയ്യുന്നതെന്നൊക്കെ സൗന്ദര്യലഹരി പറയുന്നു. അപ്പൊ എല്ലാ ദേവീ ദേവന്മാരും വന്ന് വണങ്ങുന്ന സകല സുരനുതം അങ്ങനെയുള്ള അമ്മ. അപ്പോ മനുഷ്യർക്ക് മുകളിൽ ഒരുപാട് മേലെയാണ്. അപ്പൊ സകല ദേവീ ദേവന്മാരും സകല സുരനുതാം എന്ന വാക്കിൽ നമ്മൾ കാണുന്നത് ഈ സകല പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളും, പൂവും പല്ലിയും പുഴുവും മനുഷ്യനും മാനും ആനയും ഒക്കെ, സകല ചരാചരങ്ങളും സകല ദേവന്മാരും. അപ്പൊ സകലരും, ഓൾ വന്ന് തൊഴുന്ന, നമസ്കരിക്കുന്ന, ആരാധിക്കുന്ന നീ എന്താണ്? സർവസമ്പത് പ്രദാത്രിം, സർവസമ്പത്ത് പ്രദാനം ചെയ്യുന്നവളാണ് എന്ന് പറഞ്ഞാൽ കാരുണ്യ ലോട്ടറി അടുപ്പിച്ചു തരുന്നവളാണ് നല്ല അർത്ഥം. എന്ന സമ്പത്ത് ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങളെ നൽകുന്നവളാണ്. സകല സമ്പത്തും നൽകുന്നവളായ അമ്മയെ ധ്യാനിക്കണം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഇത് ചൊല്ലുന്നതിന് മുമ്പ് നല്ല നട്ടലൊക്കെ നിവർന്ന് നല്ല വായു സഞ്ചാരമുള്ള ഇടത്തിരുന്ന് ഒരു 7 പ്രാവശ്യം ദീർഘമായി ശ്വാസം ചെയ്ത് നമ്മുടെ ശരത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമ്മുടെ പുറം കണ്ണ്, അല്ല പുറകണ്ണ് തുറന്നോളൂ, പുസ്തകം വായിക്കാൻ തുറന്നോളൂ, പക്ഷെ നമ്മൾ അകക്കണ്ണിൽ നമ്മളതിങ്ങനെ സങ്കല്പിക്കണം. നമ്മളുടെ ഉള്ളിലുള്ള താമരയില് ഇങ്ങനെ പുഞ്ചിരിച്ച മുഖത്തോടെ, കയ്യിലൊരു താമരപ്പൂവോടെ, സ്വർണ്ണ നിറത്തില് പീതവസ്ത്രധാരിണിയായിട്ട് സകല ആഭരണങ്ങൾ അണിഞ്ഞ്, ഉദ്യാണവും കാൽവളയും കൈവളയും ഒക്കെ അണിഞ്ഞ്, മാലകളൊക്കെ അണിഞ്ഞ്, മുക്കൂത്തിയൊക്കെ അണിഞ്ഞ്, വജ്രം പോലെ തിളങ്ങുന്ന മുക്കൂത്തി അണിഞ്ഞ്, സൂര്യചന്ദ്രന്മാരെ പോലെ തിളങ്ങുന്ന മുക്കൂത്തി അണിഞ്ഞ്, ശോഭയുള്ള മാലകളൊക്കെ അണിഞ്ഞ്, സ്വർണ്ണ നിറത്തില്
കയ്യിലൊരു താമരപ്പൂവൊക്കെ പിടിച്ചിട്ട് നമ്മളുടെ പ്രാർത്ഥനകളൊക്കെ സ്വീകരിക്കുന്ന മക്കളെ എന്ന് പറഞ്ഞ് നമ്മളെ ചേർത്ത് പിടിക്കുന്ന അമ്മ. ആ അമ്മ സകല ചരാചരങ്ങളും അമ്മയുടെ മുമ്പിൽ തുറന്നു നിൽക്കുന്നു. അപ്പൊ ഈ സകല പ്രപഞ്ചവും നിങ്ങളുടെ ഉള്ളിലേക്ക് കേന്ദ്രീകരിക്കും. അപ്പൊ നിങ്ങൾ ഈ പ്രപഞ്ചത്തോളം വലുതാവും. കാരണം നിങ്ങൾ അമ്മയെ ഉള്ളിൽ വഹിക്കുന്നവളാണ്. അതുകൊണ്ട് നമുക്ക് അമ്മയെ മനസ്സിൽ കണ്ടുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി നമുക്കൊന്ന് അമ്മയുടെ മക്കളായിട്ട് നമുക്കതൊന്ന് ധ്യാനിച്ചു നോക്കാം. ധ്യായേത് പദ്മാസനസ്ഥം വികസിതവദനം പദ്മപത്രായതാക്ഷി ഹേമാഭാം പീതവസ്ത്രം കരകലിതലസദ്ധേമ പദ്മം വരാംഗിം സർവാലങ്കാരയുക്തം സതതമഭയതാം ഭക്തനമ്രാം ഭവാനിം ശ്രീവിദ്യാം ശാന്തമൂർത്തിം സകലസുരനുതാം സർവ സമ്പത്പ്രദാത്രീ. നിങ്ങളെല്ലാവരുടെയും ഉള്ളിലും അമ്മയുടെ ചൈതന്യം ഇങ്ങനെ നിറഞ്ഞു തുളുമ്പട്ടെ. അമ്മയെ നമ്മൾ ഓരോ നിമിഷവും കൂടുതൽ കൂടുതൽ അറിയുന്തോറും നമ്മൾ ഈ പ്രപഞ്ചത്തെ അറിയുകയാണ്, നമ്മുടെ ഉള്ളിൽ അറിയുകയാണ്, ആ സ്നേഹത്തെ അറിയുകയാണ്, ആ സ്നേഹവാത്സല്യത്തെ അറിയുകയാണ്. നമുക്കിനി അടുത്തൊരു ശ്ലോകം, അടുത്ത ധ്യാന ശ്ലോകമായിട്ട് നമുക്കിനി അടുത്ത തവണ കാണാം. തീർച്ചയായിട്ടും ഇത് നിങ്ങൾ നിർബന്ധമായും ലളിതാ സഹസ്രനാമം ജീവിതത്തിൽ ഒരു ചര്യയാക്കി മാറ്റാം. മുൻപ് പറഞ്ഞാൽ ഇപ്പോഴും ആവർത്തിക്കുന്നു, ലളിതാ സഹസ്രനാമം ഇത് എളുപ്പം ചെയ്തു തീർക്കാനുള്ള ഒരു പണിയല്ല. നമുക്ക് ഇതിന് സമയം നമ്മൾ കണ്ടെത്തണം. നമ്മളെയൊക്കെ പരിപാലിക്കാൻ അമ്മ ഈ ജന്മം മുഴുവൻ, ഈ ജീവിതം മുഴുവൻ, എല്ലാ നിമിഷങ്ങളും അമ്മ നമുക്ക് വേണ്ടി മാറ്റിവെക്കുമ്പോ അമ്മയ്ക്ക് വേണ്ടി മാറ്റിവെക്കാൻ ഒരു അരമണിക്കൂർ നമ്മളോട് തിരിക എന്ന് പറയുന്നത് മഹാപാപാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ അതിനുള്ള സമയം കണ്ടെത്തണം. നിങ്ങൾക്ക് എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഇതുപോലെ ഇത്തരം കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന നല്ല സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, എങ്ങനെയൊക്കെയാണ് ഇനി പോകേണ്ടതെന്നൊക്കെ നിങ്ങളുടെ നിർദ്ദേശങ്ങളാണ് ആവശ്യം. അത് നിങ്ങൾ തരിക. ഇത് പ്രാപ്തനാക്കിയ എൻ്റെ ഗുരുനാഥന്റെ പാദങ്ങളിൽ നിർലജ്ജം തീർക്കുന്നുള്ള നമസ്കാരം. ഇത് കേട്ട നിങ്ങളെ ഓരോരുത്തരെയും സാക്ഷാൽ ശ്രീപരമേശ്വര അംശമായി കണ്ട്, ശ്രീദേവി അംശമായി കണ്ട്, ശ്രീവിദ്യ അംശമായി കണ്ട് നമസ്കരിക്കുന്നു. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. ഈ ലോകത്തിലെ സകല ചരാചരങ്ങൾക്കും നല്ലത് വരട്ടെ. നല്ലത് മാത്രം, ഭദ്രം കർണേജി സുനയാമദേവ, നല്ലത് മാത്രം, നല്ല വാർത്തകൾ മാത്രം കാതുകൊണ്ട് കേൾക്കാനാവട്ടെ എന്ന പ്രാർത്ഥന നിർത്തുന്നു. ശ്രീമാത്രേ നമഃ.